നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്. ക്യാപിറ്റൽ എ ബി എ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് എ എന്നാണ്. എഫ് എ ഓഫ് എക്സ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ടു ബി എഫ് എ ഓഫ് എക്സിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇപ്പൊ അകത്ത് കൊടുത്ത എക്സ് ഉണ്ടല്ലോ, എഫ് എ ഓഫ് എക്സിന്റെ അകത്ത് കൊടുത്ത എക്സ് നിങ്ങൾ എടുക്കുന്നത് ക്യാപിറ്റൽ എ സെറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എഫ് എ എക്സ് തരുന്ന ഉത്തരം 1 എന്നായിരിക്കും. അതേസമയം നിങ്ങൾ കൊടുത്ത എക്സ് എങ്ങാനും എയിൽ നിന്നല്ല എങ്കിൽ അത് തരുന്ന ഉത്തരം 0 ആയിരിക്കും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ പറ്റി പറയാനുള്ളത്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ പറ്റി പറയാനുള്ള കാര്യം ഇതാണ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റുമായി റിലേറ്റ് ചെയ്ത ഫംഗ്ഷൻ ആണ്. നിങ്ങൾ അതിൻ്റെ അകത്ത് സെറ്റിലുള്ള എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് 1 ഉത്തരമായി തരും. സെറ്റിന്റെ അകത്ത് ഇല്ലാത്ത എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ഉത്തരമായി തരും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന് 3 പ്രോപ്പർട്ടികളുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എഫ് എ ഇന്റർസെക്ഷൻ ബി. രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതിയാകും. എ ഇന്റർസെക്ഷൻ ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതിയാകും. സെക്കൻഡ്, നിങ്ങൾക്ക് എ യൂണിയൻ ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എ യൂണിയൻ ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. വെരി സിമ്പിൾ. നിങ്ങൾ എയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം എയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറയ്ക്കുക. സെയിം ആയിരിക്കും. എ യൂണിയൻ ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൂട്ടിയതിനു ശേഷം അവിടെ രണ്ടുപേരുടെയും പ്രോഡക്റ്റിനെ കുറച്ചാൽ മതി. ആൻഡ് ഫൈനലി മൂന്നാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് എ ഡയറക്ട് സം ബി. എഫ് ഓഫ് എ ഡയറക്ട് സം ബി, അതായത് നിങ്ങൾക്ക് എയുടെയും ബിയുടെയും ഡയറക്ട് സമ്മിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അറിയണം എങ്കിൽ നിങ്ങൾ എയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ കൂടെ ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൂട്ടുക. അതിനുശേഷം അതിൽ നിന്ന് എയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ബിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ കൂടെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കുക. നിങ്ങൾക്ക് കാണാം എഫ് എ യൂണിയൻ ബിയുടെ ഫോമിലെയും എഫ് എ ഡയറക്ട് സം ബിയുടെ ഫോമിലെയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ഈ 3 കാര്യങ്ങളും തെളിയിക്കേണ്ടതുണ്ട്, പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ടാസ്ക് ഇവിടെ. അപ്പൊ ഞാൻ ആദ്യം ഒന്നാമത്തെ കാര്യം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എഫ് എ ഇൻറ്റു എഫ് ബി. രണ്ടുപേരുടെ പ്രത്യേകം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എടുത്തതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് തെളിയിക്കാൻ പോവുകയാണ്. ശരി, അപ്പൊ നമ്മൾ തെളിയിക്കാൻ പോകുന്നു. പ്രൂഫ്. അപ്പൊ ഞാൻ എടുക്കുന്നു ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ നിന്നാണ് എടുത്തു തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. എക്സ് എയിലും കാണും, എക്സ് ബിയിലും കാണും. എക്സ് എയിലും കാണും, എക്സ് ബിയിലും കാണും. കാരണം ഇന്റർസെക്ഷനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കോമൺ പോയിന്റ് എന്നാണ് അർത്ഥം. അപ്പൊ എയിലും ബിയിലുള്ള പോയിന്റ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് എ ഇന്റർസെക്ഷൻ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം എക്സ് എ ഇന്റർസെക്ഷൻ ബിയിലുള്ളതാണല്ലോ. അപ്പൊ എഫ് എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് എക്സ് കൊടുത്താൽ അത് 1 തരത്തുള്ളൂ. അതേപോലെ എഫ് എ ഓഫ് എക്സ്, എക്സ് മെയിലുള്ളതാണ്, അതും 1 തരത്തുള്ളൂ. എക്സ് ബിയിലും ഉള്ളതാണ്, അതുകൊണ്ട് എഫ് ബി ഓഫ് എക്സും 1 തരത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എഫ് എ ഇന്റർസെക്ഷൻ ബി എക്സ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി 1 ആണ്, മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ 1നെ ഞാൻ 1 into 1 എന്ന് എഴുതുന്നു. ദാറ്റ് ഇസ് എഫ് എ ഓഫ് എക്സ്, അതാണ് 1. ഈ 1നെ എഫ് ബി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. കാരണം 1 ഈക്വൾ ടു എഫ് എ ഓഫ് എക്സ്, 1 ഈക്വൾ ടു എഫ് ബി ഓഫ് എക്സ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം, അതായത് എഫ് എ ഇന്റർസെക്ഷൻ ബി എക്സ് ഈക്വൾ ടു എഫ് എ ഓഫ് എക്സ് ഇൻറ്റു എഫ് ബി ഓഫ് എക്സ്, അത് എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിൽ ശരിയാണ്.
എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിൽ ശരിയാണ്. പക്ഷെ അത് എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. അതായത് ലെറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. ഈ അവസ്ഥയിൽ ഈ കാര്യം നടക്കുമോ? എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. ഈ അവസ്ഥയിൽ ഈ പർട്ടിക്കുലർ കാര്യം കൃത്യമായി നടക്കുമോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ ഞാൻ ആ കാര്യം നോക്കുന്നു. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാതിരിക്കുമ്പോൾ കാര്യമാണ് ഞാൻ നോക്കുന്നത്. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എക്സ് ഒരാളിൽ ഉണ്ടാവണം, മറ്റേ ആളിൽ ഇല്ലാതിരിക്കണം. സിമ്പിൾ പരിപാടിയാണ്. അതായത് എക്സ് ഒരാളിൽ ഉണ്ടാകണം, മറ്റേ ആളിൽ ഉണ്ടാകാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോമൺ പോയിന്റ് അല്ലല്ലോ, അപ്പൊ ഇന്റർസെക്ഷനിൽ ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ എടുക്കുന്നു കേസ് 1, എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. ഇന്റർസെക്ഷനിൽ ഇല്ല എന്ന് പറഞ്ഞാൽ കോമൺ പോയിന്റ് അല്ല എന്നാണ് അർത്ഥം. അപ്പൊ എക്സ് ഒന്നുകിൽ എയിൽ കാണും, മറ്റേതിൽ കാണില്ല, ബിയിൽ കാണില്ല, അല്ലെങ്കിൽ തിരിച്ച് ബിയിൽ കാണും, എയിൽ കാണില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാനിപ്പോ അവിടെ തർക്കത്തിനൊന്നും നിൽക്കാതെ എയിലുണ്ട്, ബിയിലില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, എഫ് എ ഇന്റർസെക്ഷൻ ബി എക്സ്. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്ത ആളെ, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്ത ആളെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ കൊടുത്താൽ 0 കിട്ടത്തുള്ളൂ. പക്ഷെ എക്സ് എയിലുണ്ട്, അതുകൊണ്ട് എഫ് എ ഓഫ് എക്സ് 1 ആയിരിക്കും, കാരണം എക്സ് എയിലുള്ളതാണ്. അടുത്ത എഫ് ബി ഓഫ് എക്സ് ആണ്. എഫ് ബി ഓഫ് എക്സ് ആണ്. എക്സ് ബിയിൽ ഇല്ല, അതുകൊണ്ട് തന്നെ എഫ് ബി ഓഫ് എക്സ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എഫ് 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 എ ഇന്റർസെക്ഷൻ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, 0 ആണ്. 0 നിങ്ങൾക്ക് 1 × 0 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ തെറ്റില്ല. 1 is equal to എഫ് എ ഓഫ് എക്സ് ആൻഡ് 0 is equal to എഫ് ബി ഓഫ് എക്സ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇപ്പോഴും ശരിയാണ്. എഫ് എ ഇന്റർസെക്ഷൻ ബി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് എ എക്സ് ഇൻറ്റു എഫ് ബി എക്സ്. ശരിയാണ്, കഴിഞ്ഞു. അപ്പൊ ആ ഒരു കാര്യവും കഴിഞ്ഞു. നൗ ഗോയിങ് ഫോർ കേസ് 3. നൗ ഗോയിങ് ഫോർ കേസ് 3, മൂന്നാമത്തെ കേസിലേക്ക് പോവുകയാണ്. കേസ് 2. അതായത് എഫ് എ ഇന്റർസെക്ഷൻ ബിയിലില്ല, കോമൺ പോയിന്റ് അല്ല. അതായത് ചിലപ്പോ എക്സ് എയിലും കാണത്തില്ല, ബിയിലും കാണത്തില്ല. എക്സ് എയിലും കാണത്തില്ല, എക്സ് ബിയിലും കാണത്തില്ല. അതായിരിക്കും ഇന്റർസെക്ഷനിൽ വരാത്തത്. കോമൺ പോയിന്റ് ആകാതിരിക്കണമെങ്കിൽ ഒന്ന് ഒരാളിലുണ്ട്, മറ്റേ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ രണ്ടുപേരിലും ഇല്ലാത്ത അവസ്ഥ. രണ്ടുപേരിലും ഇല്ലാത്ത അവസ്ഥയാണ് ഞാൻ നോക്കുന്നത്. എക്സ് എയിലും ഇല്ല, എക്സ് ബിയിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എഫ് എ ഇന്റർസെക്ഷൻ ബി ഓഫ് എക്സ് ഓബിയസ്ലി 0 ആയിരിക്കും, കാരണം അത് രണ്ടിലും ഇല്ലല്ലോ, കോമൺ പോയിന്റ് അല്ലല്ലോ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിൽ കാണില്ലല്ലോ, 0 ആയിരിക്കും. ആൻഡ് എഫ് എ ഓഫ് എക്സും 0 ആയിരിക്കും, കാരണം എക്സ് എയിലില്ല. എഫ് ബി ഓഫ് എക്സും 0 ആയിരിക്കും, എക്സ് ബിയിൽ. അങ്ങനെയാണെങ്കിൽ എഫ് എ ഇന്റർസെക്ഷൻ ബി ഓഫ് എക്സിനെ നമുക്ക് 0 ആണ് തന്നിട്ടുണ്ട്. 0യെ നമുക്ക് 0 × 0 എന്ന് എഴുതാൻ പ്രശ്നമില്ല. എഫ് എ ഓഫ് എക്സ് ഇൻറ്റു എഫ് ബി ഓഫ് എക്സ് എന്ന് ധൈര്യമായി എഴുതാം. അതായത് ഈ പറഞ്ഞ കാര്യം എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിലും എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലെങ്കിലും ശരിയാണ്. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിലും എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലെങ്കിലും ശരിയാണ്. ദെയർഫോർ എല്ലായ്പ്പോഴും ശരിയാണ്. ദെയർഫോർ എഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എഫ് എ ഇൻറ്റു എഫ് ബി. എഫ് എ ഇന്റർസെക്ഷൻ ബി, അതിപ്പോ നിങ്ങൾ ഏത് എക്സ് എടുത്തു കൊടുത്താലും ഇത് ഹോൾഡ് ചെയ്യും, കഴിയും. ഹെൻസ് പ്രൂവ്. നൗ proving the next statement, that is FA union B is equal to FA plus FB minus FA into FB. FA into FB. Kind of a similar proof ആണ്. Kind of a similar proof ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രൂഫ് തുടങ്ങിയ അതേ രീതിയിൽ തുടങ്ങുന്നു. ലോജിക്കിന് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ സ്റ്റെപ്പ് ഒക്കെ ഏകദേശം സെയിം ആണ്. നോക്കിക്കോളൂ, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എക്സ് എയിലും കാണും, എക്സ് ബിയിലും കാണും. എക്സ് എയിലും കാണും, എക്സ് ബിയിലും കാണും. എ ഇന്റർസെക്ഷൻ ബി കോമൺ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എ യൂണിയൻ ബിയിലും കാണും, ഉറപ്പാണ്. കാരണം എ യൂണിയൻ ബിയിൽ വരുന്ന എന്താണ്, എക്സിലെ എലമെന്റും ബി എക്സ് എ യൂണിയൻ ബിയിൽ വരുന്ന എയിലെ എലമെന്റും ബിയിലെ എലമെന്റും എല്ലാം കൂടെ ഒരുമിച്ചാണ് എ യൂണിയൻ ബിയിൽ വരുന്നത്. ഇവിടെ എക്സ് എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് എ യൂണിയൻ ബിയിൽ വരും. അപ്പൊ എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ട്, ഉറപ്പാണ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം എഫ് എ യൂണിയൻ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒന്നായിരിക്കും. കാരണം എ യൂണിയൻ ബിയിൽ എക്സ് ഉണ്ട്, എക്സ് എയിലും ഉണ്ട്, അപ്പോ എഫ് എ ഓഫ് എക്സും 1 ആണ്. എക്സ് ബിയിലും ഉണ്ട്, അപ്പൊ എഫ് ബി ഓഫ് എക്സും 1 ആണ്. എഫ് ബി ഓഫ് എക്സും 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എഫ് എ യൂണിയൻ ബി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. നമുക്കറിയാം 1 is equal to 1 plus 1 minus 1. അതായത് 1ന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. നോ എഫക്ട്. നെക്സ്റ്റ് ദിസ് ഇസ് ഈക്വൽ ടു 1 plus 1 minus 1 ഉണ്ടല്ലോ, ആ മൈനസ് 1നെ 1 into 1 എന്ന് എഴുതി. സോ നൗ ഫോർ ദ ഫൈനൽ ടച്ച്, എഫ് എ ഓഫ് എക്സ് 1 ആണ്, അപ്പൊ ഈ 1ന് പകരം എഫ് എ ഓഫ് എക്സ് എഴുതി. പ്ലസ് എഫ് ബി ഓഫ് എക്സ് 1 ആണ്, അപ്പൊ ഈ 1ന് പകരം എഫ് ബി ഓഫ് എക്സ് എഴുതി. വീണ്ടും 1 ഉണ്ട്, അതുകൊണ്ട് എഫ് എ ഓഫ് എക്സ് അഗൈൻ ഇൻറ്റു 1 എഫ് ബി ഓഫ് എക്സ്. എനിക്ക് വേണ്ട കാര്യത്തിൽ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞു. അപ്പോ എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിൽ കാര്യം ശരിയാണ്, ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. അപ്പൊ ഓബ്വിയസ്ലി രണ്ടാമത്തെ നമ്മുടെ കാര്യം എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കേസുകൾ ഉണ്ടാവാം. കേസ് 1, എക്സ് ഒരാളിൽ ഉണ്ടാകാം, മറ്റേ ആളിൽ ഇല്ലാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയിൽ വരത്തില്ല. പറഞ്ഞു, കോമൺ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഒന്നിൽ കാണാം, മറ്റൊന്നിൽ കാണില്ല. ഞാനിപ്പോ എക്സ് എയിലുണ്ട്, എക്സ് ബിയിൽ ഇല്ല എന്ന് എടുത്തു. എക്സ് എയിലുണ്ട്, എക്സ് ബിയിലില്ല. അങ്ങനെയാണെങ്കിൽ എക്സ് ഉറപ്പായിട്ടും എ യൂണിയൻ ബിയിൽ കാണും. എയിലും ബിയിലുള്ള എല്ലാവരുടെയും കൂടെ കളക്ഷൻ ആണ് എ യൂണിയൻ ബി. എക്സ് എയിലുണ്ടല്ലോ, മതി, എ യൂണിയൻ ബിയിൽ കാണും. അങ്ങനെയാണെങ്കിൽ എഫ് എ യൂണിയൻ ബി എക്സ് ഉറപ്പായിട്ടും 1 ആയിരിക്കും, കാരണം എക്സ് അതിൻ്റെ അകത്തുണ്ട്. എഫ് എ ഓഫ് എക്സ് 1 ആയിരിക്കും, കാരണം എക്സ് എയിലുണ്ട്. അടുത്ത എഫ് ബി ഓഫ് എക്സ് പക്ഷെ 0 ആയിരിക്കും, കാരണം ബിക്കകത്ത് എക്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. എഫ് എ യൂണിയൻ ബി ഓഫ് എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ 1ന് എനിക്ക് 1 പ്ലസ് 0 മൈനസ് 1 ഇൻറ്റു 0 എന്ന് എഴുതാം. പ്രശ്നമില്ല, കാരണം 1 പ്ലസ് 0 1 തന്നെ, മൈനസ് 1 ഇൻറ്റു 0 എഗെയിൻ മൈനസ് 0, കഴിഞ്ഞു, 1 തന്നെ കിട്ടും. എഫ് എ ഓഫ് എക്സ് 1 ആണ്, അപ്പൊ ഈ 1ന് വരെ എഫ് എ ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യും. എഫ് ബി ഓഫ് എക്സ് 0 ആണ്, അപ്പൊ 0ക്ക് വരെ എഫ് ബി ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യും. എഗെയിൻ 1ന് പകരം എഫ് എ ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യും, 0ക്ക് പകരം എഫ് ബി ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യും. കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് തന്നെ ഇവിടെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ശരി, ഇനി അപ്പൊ കേസ് 2, നേരത്തെ ക്വസ്റ്റ്യനിൽ എടുത്ത പോലെ കേസ് 2 ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതായത് എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. അത് സംഭവിക്കണമെങ്കിൽ എക്സ് 2ലും ഇല്ലാതിരിക്കുമ്പോഴും സംഭവിക്കും. അപ്പോ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. അങ്ങനെയാണെങ്കിലും എ ഇന്റർസെക്ഷൻ ബിയിൽ വരത്തില്ല. എക്സ് എയിലും ഇല്ല, എക്സ് ബിയിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എക്സ് എ യൂണിയൻ ബിയിലും കാണത്തില്ല, കാരണം എയിലോ ബിയിലോ ഉള്ള ആൾക്കാരുടെ കളക്ഷനാണ് എ യൂണിയൻ ബി. എക്സ് എയിലും ഇല്ല, ബിയിലും ഇല്ല, അപ്പൊ എക്സ് എ യൂണിയൻ ബിയിൽ ഉറപ്പായിട്ട് വരാൻ പോകുന്നില്ല. കഴിയും. അങ്ങനെയാണെങ്കിൽ എഫ് എ യൂണിയൻ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 എഫ് എ ഓഫ് എക്സും 0, എഫ് ബി ഓഫ് എക്സും 0, നോ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ എഫ് എ യൂണിയൻ ബി ഓഫ് എക്സിൽ തുടങ്ങാം, അത് 0 അറിയാം. ഈ 0നെ 0 പ്ലസ് 0 മൈനസ് 0 ഇൻറ്റു 0 എന്ന് എഴുതാം. 0ക്ക് പകരം ആദ്യം എഫ് എ ഓഫ് എക്സ്, രണ്ടാമത്തെ 0ക്ക് പകരം എഫ് ബി ഓഫ് എക്സ്, മൈനസ് പിന്നെയും എഫ് എ ഓഫ് എക്സ്, പിന്നെയും എഫ് ബി ഓഫ് എക്സ്. എനിക്ക് വേണ്ട രീതിയിൽ എഴുതി വെച്ചെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ കാര്യം ശരിയാണ്. എ ഇന്റർസെക്ഷൻ ബിയിൽ എക്സ് ഉണ്ടെങ്കിൽ, എ ഇന്റർസെക്ഷൻ ബിയിൽ എക്സ് ഇല്ലെങ്കിൽ പറഞ്ഞ കാര്യം ശരിയാണ്. ഹെൻസ് പ്രൂഫ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ആൻഡ് ഫൈനലി നമ്മുടെ അടുത്ത റിസൾട്ട് ആണ് എഫ് എ ഡയറക്സം ബി ഈസ് ഈക്വൽ ടു എഫ് എ പ്ലസ് എഫ് ബി മൈനസ് 2 ഇൻറ്റു എഫ് എഫ് ബി. ഇവിടെ എനിക്ക് എ ഡയറക്സം ബി എന്താണെന്നൊന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. എ യൂണിയൻ ബിയിൽ നിന്ന്
എ ഇന്റർസെക്ഷൻ ബിയെ എടുത്തു കളയുന്നതാണ് എ ഡയറക്ഷൻ ബി. എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോമൺ പോയിന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കളയുക എന്നുള്ളതാണ് എ ഡയറക്ഷൻ ബിയുടെ ഉദ്ദേശം. അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ എഴുതിയെന്നേ. സോ വി ആർ ഗോയിങ് ഫോർ പ്രൂഫ്. സോ വീണ്ടും പഴയ പോലെ തന്നെ തുടങ്ങുന്നു. ലെറ്റ് എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിൽ എക്സ് എയിൽ കാണും, എക്സ് ബിയിലും കാണും. കാരണം കോമൺ പോയിന്റ് ആണ്. എക്സ് എയിലും ബിയിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഉറപ്പായിട്ടും എ യൂണിയൻ ബിയിലും കാണും. എക്സ് എ യൂണിയൻ ബിയിലുണ്ട്, എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട്. പക്ഷേ എ ഡയറക്ഷൻ ബി നോക്കുകയാണെങ്കിൽ എ യൂണിയൻ ബിയിൽ എ ഇന്റർസെക്ഷൻ ബിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയാനാണ്. എ യൂണിയൻ ബിയിൽ എ ഇന്റർസെക്ഷൻ ബിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയാനാണ് ഇവരോട് പറഞ്ഞത്. നോക്കണം, എ യൂണിയൻ ബിയിൽ എക്സ് ഉണ്ട്, എ ഇന്റർസെക്ഷൻ ബിയിലും എക്സ് ഉണ്ട്. അപ്പൊ എ യൂണിയൻ ബിയിൽ നിന്ന് എക്സ് എടുത്ത് കളയേണ്ടി വരും. കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും എ ഡയറക്ഷൻ ബിയിൽ വരില്ല. ഒരു കാരണവശാലും വരില്ല. വീണ്ടും പറയുന്നു, എ ഇന്റർസെക്ഷൻ ബിയിലും എക്സ് ഉണ്ട്, എ യൂണിയൻ ബിയിലും എക്സ് ഉണ്ട്. എ ഡയറക്ഷൻ ബി എ ഇന്റർസെക്ഷൻ ബിയിലുള്ള എലമെന്റുകളെ എ യൂണിയൻ ബിയിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ്. ഉറപ്പായിട്ട് എക്സിനെ എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് എക്സ് എ ഡയറക്ഷൻ ബിയിൽ കാണില്ല. അതുകൊണ്ട് തന്നെ എഫ് എ ഡയറക്ഷൻ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എക്സ് അതിൻ്റെ അകത്ത് ഇല്ലല്ലോ. എഫ് എ ഓഫ് എക്സ് 1 ആയിരിക്കും, എഫ് ബി ഓഫ് എക്സും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂഫിലേക്ക് കിടക്കുന്നു. എഫ് ഡയറക്ഷൻ ബി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. നമുക്ക് ഈ 0യെ 1 + 1 - 2 × 1 × 1 എന്ന് എഴുതാം. കാരണം 2 × 1 × 1 2 ആണ്. 2 + 2 2 ആണ്. 2 - 2 0 ആയിക്കോളും, പ്രശ്നമില്ല. നൗ 1ന് പകരം എഫ് എ ഓഫ് എക്സ്, അടുത്ത 1ന് പകരം എഫ് ബി ഓഫ് എക്സ്, -2 × 1ന് പകരം വീണ്ടും എഫ് എ ഓഫ് എക്സ്, വീണ്ടും 1ന് പകരം എഫ് ബി ഓഫ് എക്സ്. ഡിസൈഡ് പ്രൂഫ് ആയി കഴിഞ്ഞു. എനിക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഈ നമ്പറുകളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതിനുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. കഴിഞ്ഞു. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിൽ ഈ കാര്യം ശരിയാണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലെങ്കിലും ലെറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാതിരിക്കാൻ 2 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്നുകിൽ ആരെങ്കിലും ഒരാളിൽ കാണും, മറ്റേ ആളിൽ കാണില്ല. അല്ലെങ്കിൽ 2 പേരിലും കാണില്ല. അപ്പൊ ഞാൻ എടുക്കുന്നു, എക്സ് എയിലുണ്ട്, പക്ഷേ എക്സ് എവിടെ ഇല്ല? ബിയിലില്ല. എക്സ് എയിലുണ്ട്, പക്ഷെ എവിടെ ഇല്ല? ബിയിലില്ല. എക്സ് എയിലുണ്ട്, ബിയിലില്ലെങ്കിൽ എക്സ് ഒരു കാരണവശാലും എ ഇന്റർസെക്ഷൻ ബിയിൽ കാണില്ല. അത് പിന്നെ എഴുതിയതാണല്ലോ, വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമില്ല. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല എന്നതാ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല, പിന്നെ വീണ്ടും വീണ്ടും ഞാൻ എഴുതേണ്ട കാര്യമൊന്നുമില്ല. എക്സ് എ ഇന്റർസെക്ഷൻ ബിയിലില്ല. എക്സ് എയിലുണ്ട്, പക്ഷെ എക്സ് ബിയിലില്ല. അങ്ങനെയാണെങ്കിൽ എക്സ് ഉറപ്പായിട്ടും എ യൂണിയൻ ബിയിൽ ഉണ്ടാകും. കാരണം ഒരാളുണ്ടായാൽ മതി. യൂണിയൻ എല്ലാവരിലും കൂടെ ഒരുമിച്ചാണ് യൂണിയൻ എഴുതുന്നത്. മതി. പക്ഷെ എ യൂണിയൻ ബിയിലുണ്ട്. നൗ നമുക്ക് നോക്കണം, എ ഡയറക്ഷൻ ബി. എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിയിലുള്ള ആളെ എടുത്ത് കളയണം. ഇപ്രാവശ്യം എക്സ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എ യൂണിയൻ ബിയിൽ നിന്ന് എടുത്ത് കളയേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ് ഉറപ്പായിട്ടും എ ഡയറക്ഷൻ ബിയിൽ ഉണ്ട്. എ യൂണിയൻ ബിയിൽ ഉണ്ട്, പക്ഷെ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. അതുകൊണ്ട് എടുത്ത് കളയേണ്ടി വരുന്നില്ല. അതാണ് കാര്യം. അപ്പൊ എക്സ് എ ഡയറക്ഷൻ ബിയിൽ കാണും. എ യൂണിയൻ ബിയിലുണ്ട്, എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എ യൂണിയൻ ബിയിൽ നിന്ന് എക്സ് എടുത്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് എക്സ് എ ഡയറക്ഷൻ ബിയിൽ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എക്സ് എ ഡയറക്ഷൻ ബിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എഫ് എ ഡയറക്ഷൻ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എക്സ് എയിലുണ്ട്, അതുകൊണ്ട് എഫ് എ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. പക്ഷെ ബിയിലില്ല. എഫ് ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ സ്റ്റാർട്ടിംഗ് വിത്ത് എഫ് എ ഡയറക്ഷൻ ബി ഓഫ് എക്സ്, that is equal to 1. 1 can be represented as 1 plus 0 minus 2 into 1 into 0. 2 into 1 into 0 0 ആണ്. 0 0 minus 0 0, again 1 itself. മാറ്റമൊന്നുമില്ല.
1ന് പകരം എഫ് എ ഓഫ് എക്സ് കൊടുക്കുന്നു, 0ക്ക് പകരം എഫ് ബി ഓഫ് എക്സ് കൊടുക്കുന്നു. ഹെൻസ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ശരിയാണ്. കഴിഞ്ഞു. നൗ ഫോർ ദ ഫൈനൽ കേസ്, കേസ് 2. അതായത് ഇന്റർസെക്ഷനിലില്ല, കാരണം രണ്ടിലും ഇല്ല. അതായത് എക്സ് എയിലും ഇല്ല, എക്സ് ബിയിലും ഇല്ല. എക്സ് എയിലും ബിയിലും ഇല്ലെങ്കിൽ എക്സ് ഒരു കാരണവശാലും എയും ബിയിലും കാണില്ല. കാരണം രണ്ടുപേരും കൂടെ ചേർത്തതാണ്. എക്സ് എയിലും ഇല്ല, ബിയിലും ഇല്ല. അപ്പൊ യൂണിയനിൽ എങ്ങനെ വരും? അപ്പൊ എ യൂണിയൻ ബിയിൽ ഉള്ളതിനെ എടുത്തു കളയണം. എ ഇന്റർസെക്ഷൻ ബിയിലുള്ള ആൾക്കാർ എടുത്തു കളയണം. എക്സ് എ യൂണിയൻ ബിയിൽ ഇല്ലല്ലോ, എടുത്തു കളയാൻ. എ യൂണിയൻ ബിയിൽ തന്നെ ഇല്ല, എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല. ഇല്ലാത്ത സാധനത്തിനെ എങ്ങനെ എടുത്തു കളയും? അപ്പൊ എക്സ് ഉറപ്പായിട്ടും എ ഡയറക്സം ബിയിൽ കാണും. അങ്ങനെയാണെങ്കിൽ എഫ് എ ഡയറക്സം ബി എന്ന് പറയുന്നത് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇല്ല, എഫ് എ ഓഫ് എക്സും 0 ആയിരിക്കും, എഫ് ബി ഓഫ് എക്സും 0 ആയിരിക്കും. സോ എഫ് എ ഡയറക്സം ബി ഓഫ് എക്സ്, അതായത് 0 ഈക്വൽ ടു 0 പ്ലസ് 0 മൈനസ് 2 ഇൻറ്റു 0 ഇൻറ്റു 0. 0 എഫ് എ ഓഫ് എക്സ്, രണ്ടാമത്തെ 0 എഫ് ബി ഓഫ് എക്സ്, and same thing repeats for the product as well, f a of x into f b of x. എപ്പോഴും ആ കാര്യം ശരിയാണ്. സോ ഫോർ ദ 3 proofs we have a same plot. A ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെന്ന് എടുക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നു. എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ല എന്ന് എടുക്കുന്നു, അതിന് 2 സബ് കേസ് ഉണ്ട്, എയിലുണ്ട് ബിയിൽ. അടുത്ത് രണ്ടിലും ഇല്ല, എയിലും ഇല്ല, ബിയിലും ഇല്ല. ആൻഡ് ഹെൻസ് നമുക്കത് സിമ്പിളായി പ്രൂവ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞു.